കിടക്കണ കിടപ്പ് വേണ്ടിയില്ല അപ്പൊ വെട്ടിയിട്ട ബായത്തണ്ട് പോലെ എന്ന് പറഞ്ഞ മാതിരിയായി. എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞ അവിടെ കമോൺ. ഹായ് ഗായ്സ്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. ഞാൻ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നപ്പോൾ ഇല്ലാസ് പറഞ്ഞു ബാഗും പെട്ടിക്ക് റെഡി ആയിക്കോ, നമ്മളിന്ന് രാത്രി വെയിൽസ്ക്ക് ട്രിപ്പ് പോവാണ്. ഊറ്റെന്നൊക്കെ പറഞ്ഞ ഊറ്റത്തിന്റെ പീക്കിലെത്തി ഞാൻ. കാരണം വേറെ ഒന്നുമല്ല, UK എത്തിയിട്ട് 5-8 മാസം ഇതുവരെ റിച്ച്മണ്ട് പാർക്ക് അല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല. എല്ലാവരും ഓരോ സഞ്ചി ഡ്രസ്സൊക്കെ പൊതിഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ എന്നത്തെയും പോലെ കുറച്ച് നേരം വൈകി. 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വൈകി 11 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ എത്തുന്ന വരെ എല്ലാവരും നല്ല ഊറ്റത്തിലേനി. പക്ഷെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും മുഖം പാടൽ തുടങ്ങി. ആ ഒരൊറ്റ മണിക്കൂർ ഞങ്ങളെ പ്ലാനിങ്ങളൊക്കെ പാളി. ആസ് പെർ പ്ലാൻ നമ്മൾ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, 11 മണിക്ക് ഈത്രൂരിൽ എത്തുന്നു, അവിടെ എത്തിയിട്ട് റെന്റ് കാർ എടുക്കുന്നു, പോകുന്നു എന്നൊക്കെ. അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും കമ്പനിയൊക്കെ പൂട്ടി കടന്നുറങ്ങാൻ പോയിക്കണം. ഞാൻ എല്ലാവരും നാളെ രാവിലെ വരുള്ളൂ എന്നാ പറയുന്നത്. ഈസൊക്കെ കൈവിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഏവിസിന്റെ വണ്ടി എന്നാണ് ഞങ്ങളെ കയറ്റി കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ക്രെഡിറ്റ് കാർഡ് ഉള്ളൂ, 2 ക്രെഡിറ്റ് കാർഡ് വണ്ടിന്. അവസാനം അവിടുന്ന് ഞങ്ങൾ ഇറക്കി വിട്ടു. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ശൂന്യമായ റോഡും നല്ല തണുപ്പ്. 4-5 കിലോമീറ്ററിന്റെ ചെറിയ വാക്കിന് ശേഷം ഞങ്ങൾ ഒരു KFC ഉണ്ട്, അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഈത്രൂക്ക് തന്നെ ബസ് കയറി. സമയം രാത്രി 1:30 മണി. രാവിലെ 4:30 വരെ ഈ ഇരുത്തവിടെ ഇരിക്കണം. കുറച്ചേരം വർത്താനൊക്കെ ഉണ്ടായിനി, പിന്നെ ആരും കാണാനില്ല. ഞാൻ വെച്ച് ബാക്കിയുള്ള എല്ലാവരും നല്ല ഉഷാറായിട്ട് ഉറങ്ങി. എനിക്ക് അവിടെ എങ്ങനെ കടന്നിട്ട് ഉറങ്ങാൻ വെക്കണില്ല. രാവിലെ ഒരു നീച്ചണ വരെ ഞാനായിരുത്താം. രാവിലെ 4:30 ആയപ്പോൾ തന്നെ എല്ലാവരും നീച്ചു. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു, വണ്ടിക്കുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു. അവസാനം ഞങ്ങൾക്ക് വണ്ടി കിട്ടി. മാഷാ അല്ലാഹ്, ഹൈർ. ബാക്കി അടുത്ത വീഡിയോയിൽ.